ഇനി ചട്ടമ്പി നാടിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക്. ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറിയെന്നാണ് ഗോപാലന്റെ ന്യായം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്രേ മതി. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ലെങ്കിലല്ല നിന്റെ സ്റ്റുഡിയോ. പറഞ്ഞോളൂ. നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. വടിവാൾ വസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കുക. ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ട് തട്ടും. അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ. ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസു എന്നാ വിളിക്കുന്നേ. ഗോപാൽ കേട്ടില്ല. ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പിള്ളി പൂട്ടിയ പൂട്ടാ. തുറക്കുന്നവന്റെ കൈവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. പുറകിലത്തെ ചാക്കിന് നാടൻ ബോംബാവാനാ സാധ്യത. കാട്ടുപുളിനോട് ബേക്കും. മാറിക്കോ, വേഗം കേറ്. നമുക്ക് കാട്ടാപ്പിളിനെ വെടിവെച്ചിരുന്ന് കാണാം. എടാ, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ. നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ടും അടുപ്പുണ്ട്. അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചെറിയച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല, ഈ മല്ലഞ്ചറക്കാർ കൊന്നതാ. അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ. തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം. മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ശത്രുവാ. നീ ചെന്ന് അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ. ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ വന്നെ ഇടിച്ചിട്ട് പോയത്. തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ. മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ. നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നും കിട്ടെ ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയ പിന്നെ കേറത്തില്ല. ആ താക്കോൽ ഇങ്ങ് തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു. താക്കോല് നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ. ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. നാഗേന്ദ്ര വേണ്ട. ചെന്ന് പറടാ, മല്ലയ്യെ ശരിക്കൊന്ന് കാണണമെന്ന്. ഓ, എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം. വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണുകളുടെ ശല്യമുണ്ടെന്ന്. അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണ്. ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം. എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. പോട്ടെ, ഒരു 5 ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം. ആദ്യ ബിസിനസ് നൻകെ ലാഭം കിട്ടിയ ഞാൻ എല്ലാം വിൽക്കും. 5 ലക്ഷം മതി, എല്ലാം തിരിച്ചു തന്നേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവനെ വണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക്. ഇവന്റെ കണക്ക് വേണ്ട, കാര്യമാക്കണ്ട. തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ. അടങ്ങ്, വിട്ടേക്ക്. തുടക്കം മുതൽ കാണാൻ പറ്റിയില്ല. ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട്, അതുകൂടി ചെയ്തേക്കാം. എന്താ വേറെ ആരെന്നെ വീഡിയോ ഒക്കെ പോകണ്ടോ? അവിടെ നില്ലട കാട്ടുപുളി. ഞാൻ വന്നത് നിന്ന പൂട്ടാനാ. മല്ലയ വീട് മേടിച്ചത് തിരിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും.
വേണ്ടി വന്നാൽ എന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാൽ നിന്നെ വെടി പീസാക്കും. നിനക്ക് നന്മക്ക് ಗೊತ್ತಿಲ್ಲ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗನೆ. ಗೊತ್ತಿಲ್ವಾ ಗಜ್ಜಿ ನಾಯಿನ್ മകനെ, നായിന്റെ പട്ടി മോനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? കാട്ടാപ്പിള്ളിയെ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടാപ്പിള്ളിയെ പൂട്ടിയേ. നാടൻ ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. ഇരട്ട കുഴൽ തോക്ക്. ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ചാ? ഒരു സ്ഥലം വിറ്റതാ. കസേരവാസി ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാരും കൂടെ എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂലെന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോൾ നാടില്ലാണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നാരായണ കട നോക്കണേ. തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ് അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാ. ഏയ് ഡെഡ് ബോഡി ഒന്നുമല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ. ഇനി ഇവിടുത്തെ വല്ല രാജാവും ആയിരിക്കും. ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. എന്താ സംഭവം അറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. നിങ്ങളാണോ മല്ലയ്യ? ഇത് മല്ലയല്ല, മല്ലയുടെ സെക്രട്ടറിയേറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യയോട് പറയേണ്ട കാര്യം. മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം. എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം മെനക്കെടുത്താത്ത കാര്യം പറ. താഴെ ഇറക്കടാ. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ. അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും. കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തിയെന്ന നാട്ടുകാർ വിചാരിച്ചേ. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പള്ളി നിങ്ങളും തമ്മില് എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ചെറുക്കൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. വർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കൻ നിനക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ചു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടം. ആധാരമൊന്നും നോക്കണ്ട. എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും അൽവാ. നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. മുതലാളി വേണ്ട, മല്ലയെ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കിക്കുത്ത് അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂട് കീറിയിരിക്കയാ. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. വെള്ളരി പ്രാവേ മല്ലയ്യ. മനുഷ്യനോട് തല്ലിവിളിക്കില്ല. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്ത് കളയുന്ന ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്ന ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്ന ഞാൻ ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? കാക്കാം കീക്കാം മല്ലയ്യ എന്ന്
തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യ. ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുട കത്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ. എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നത് അറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. അത് ന്യായം. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല. കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചു തരും. മകനെ ഈ ലോറിയുടെ RC ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില് ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ. ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിൽക്കില്ല. എന്റെ ലാറിക്കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ലേ സാറേ, അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കടാ. ലോറി കൊണ്ടുപോകാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തെ പേറിയനു. എന്നാ പേർന്ന് എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. ഓ, ഗൗരി. ഗൗരി സറി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നു വിടാം. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ, വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല. വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. മാറിക്ക്. പോട്ടെ പോട്ടെ, റൈറ്റ് എടുത്ത് പോട്ടെ. പോട്ടെ, പേടിക്കണ്ട. വല്ലതും പറ്റിയാ? വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റിയറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റിയറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്? ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട ആശാന്റെ ഹൗസിംഗ് നടത്തില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു, എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ? പോടാ. നീ ആരെയും നോക്കണേ ശിവൻകുട്ടി? 11 കാവിലമ്മ വന്നു നോക്കിയതാ. അതിൽ പെങ്ങൾ വരുന്നുണ്ട്. അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്. ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്റെ മേൽനോട്ടത്തിൽ ഒരു പണി നടക്കുമ്പോ അതിൽ ഒരു കുറവ് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ പട്ടിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് അടിക്ക് 2 ഇഞ്ചിന്റെ ആണിയൊക്കെ വാങ്ങിച്ചു തന്നല്ലേ. ഈ സിമന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴക്കുന്നത്? നന്നായിട്ട് കുഴച്ച് തേച്ചാലേ സെറ്റ് ആവുള്ളൂ. ഈ മേൽനോട്ടം എന്ന് പറയുന്ന ഈ പെമ്പിള്ളേരുടെ മേത്തോട്ടുള്ള നോട്ടമാണോ? ഞാൻ ലോറി വെറുതെ മനസ്സിലായി. ചുമ്മാ നിൽക്കാതെ വാ മുരുക, ഒരു കൈ നോക്കാം. സാറിന് കൈ നോക്കാൻ അറിയത്തില്ല, പിന്നെ വായി നോക്കാനേ അറിയൂ. അതെ, എനിക്ക് ഈ ചീട്ടുകളി മദ്യപാനം ഒന്നും ഒരു ശീലമില്ല. ദിവസവും ഇവിടെ വന്നാ മതി, ശീലമായിക്കോളും. ഈ ചന്ദ്രന്റെ ചിട്ടിക്കമ്പനിയിൽ ജോലിയൊന്നുമില്ലേ? ഇവിടെ വന്നിരുന്ന് ഇനി അതും പൂട്ടിക്കണോ? അത്യാവശ്യമാണ്, അവര് വിളിച്ചോളും.
ആ സഞ്ചിട്ടർക്ക് അതെ, കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം. ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാനാ? ഇത് എന്ത് ജംബോ സർക്കസാ? ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കിയേ, എനിക്ക് വണ്ടി വർഷോപ്പ് കൊണ്ടോളാം. ആഹാ, അപ്പൊ ലോറിയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? എടാ തൽക്കാലം വണ്ടി അവിടെ കിടക്കട്ടെ, അവരത് വീടായിട്ട് ഉപയോഗിക്കല്ലേ. വീടായിട്ടാ? ദൈവമേ, എന്താണോ? അല്ല ബോണറ്റ് കക്കൂസാക്കിയോ നോക്കിയതാ. അയ്യ സലാമുണ്ട്. മഴ വന്നപ്പം മുരുകൻ സാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. ഇനി വീട് പണി കഴിഞ്ഞിട്ട് പോയാ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒരു കൈ ഇരിക്കുന്നോ? മുല്ലയ്യ, എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല. ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല. ചേട്ടന്റെ ബാഗിൽ മെഴുതിലുണ്ടാവോ അതിന് കത്തിച്ചിട്ട്? ഇല്ല. ചിരട്ട ഉണ്ടാവോ അതിന് കത്തിച്ച് ആളിച്ചിട്ട്? എല്ലിയ കള്ളൻ മകൻ മുറുക. ശവം. നിൻകൊളോ മല്ലയ്യ എവിടെ ഒന്ന് വിളിക്കുന്നു. കള്ള കുടുക. ഇതാ. എന്താ ഇത്? മുരുകൻ. മുരുകൻ മുരുകനല്ല, ശ്രീകൃഷ്ണനാ. സോറി. എന്താ? സോറി. ഒന്ന് നിന്നേ. ആളല്പം ഡീസന്റ് ആണെന്നാ വിചാരിച്ചേ. നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടിയും. രാത്രിയായ ഇതാ പണിയല്ലേ? അത് മുരുകനാണെന്ന് വിചാരിച്ചു. പിന്നെ മുരുകൻ എന്റെ പുതപ്പിന് താഴെയല്ലേ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അബദ്ധം പറ്റിയതാണ്. അപ്പൊ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി. സോറി. ഇപ്പൊ ഇങ്ങോട്ടാ? ടൗൺ വരെ. ഇതിന് മൃഗാശുപത്രിയിലൊന്ന് കാണിക്കണം. ഞാനും ഉണ്ട്. ആട് പശു ഒന്നും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി. പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കയറാം. ഇതിലേതാ ന്യായം? ഇവിടെ എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ. കേറിക്കോ കേറിക്കോ. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയൊക്കെയാ. ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. ഏയ്, മോത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല. അത് അവർ തന്നെ ഉണ്ട്. മോത്തമുടി അഴിഞ്ഞു വീണെന്ന് ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയേ. പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. കുറച്ചു നാളായി കാശ് തരാന്നും പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാമോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലിക ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല.
നീ ഇന്നലെ ഉഴുന്നൂറൊക്കെ തോളയിട്ടിരുന്ന് നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചാണ് ചായിരിക്കണ? നിനക്കൊന്ന് ചിരിച്ചടിച്ചാ ആരാന്നറിയാമോ? അതെ, മല്ലയെ കാണിച്ചിരുന്ന് നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ. ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? ഞാനത് മുതലാളി പറഞ്ഞോളാം. നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മ കുറിച്ച് നീ പാവങ്ങളെ തല്ലുവല്ലടാ. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുറിച്ചോ. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായല്ലേ? കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ എന്നോട് സ്നേഹമാണെന്നൊന്നും ചാണകം കൈ കൊണ്ട് അടിമേടിക്കല്ലേ. എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈ കൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. രണ്ടും കൂടി കിന്നാരം പറഞ്ഞു നിൽക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക്. ഞാനിവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേദ്യം വാരിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണിയെ സമ്മതിക്കൂന്ന് വെച്ചാ? ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോല് മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കട്ട് വിറ്റതെങ്ങാൻ ഇവള അറിഞ്ഞ? അതെ, ആ വീട് പണിയൊന്ന് വേഗം തീർക്കാൻ പറയണം. അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യായിരിക്കാം. ആറ് മുറുകനോ? അവൻ നിന്നെ എന്ത് സെൽഡേസ് ചെയ്തു? എന്നെ അല്ല, മീനാക്ഷിയെ. അതുവല്ല തമാശക്കാക്കി പറഞ്ഞതാ. കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിൻകെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് കളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി നന്തല്ല. കളിയാക്കണ്ട. മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാരഡി ഇറങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെൺപിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്ത പേരാ. വെളുപ്പിനൊരു 3 മണിക്ക് ചെന്നോളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിനാ ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല. നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി കാർത്തികാനില്ലേ, ഇരിങ്ങാലക്കുട ജംഗ്ഷനിൽ പാലുറ്റി നടന്ന എന്നെ കെട്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയപ്പോ ജെറ്റിട്ടോടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാച്ചിക്കാകിൽവാ? ഓ, മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. എടാ, അത് ഞാനവിടെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകലോ ഷേവിംഗ് ക്രീമോ? അയ്യേ, എന്ത് പണി കാണിച്ചേ. ഇതെവിടുന്ന സെന്റ്? സെന്റാ? ഇത് ഏക്കറാണ്. ഇന്ന് കുളിച്ചില്ലേ? ഒന്നടിച്ചേ. എടബാദൂരി, ഇത് ബോധം കെടുത്തണ മരുന്നാണ്. ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെള്ളി ഉച്ചമയക്കത്തിനാണല്ലേ, ഞാൻ മയക്കിത്തരാം. അയ്യോ, ബോധം കെടും, ബോധം കെട്. ഇതടുത്ത ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ.
അപ്പൊ നാട്ടുകാര് പറയുന്നതിൽ കാര്യമുണ്ട്. കണ്ടില്ലേ? എല്ലാം ശരിയാകും. ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിംതി ആഗ്രഹം. കാഴ്ച കാണാൻ നിൽക്കാതെ വരുന്നുണ്ടോ താൻ? ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. പളുങ്ക് കൊള്ളാല. ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാര് ചില പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. സൂക്ഷിക്കണം. എന്താ? അല്ല, ചില നാറുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന്. ശരിയല്ലേ? ആ, ശരിയാണെങ്കിൽ നടന്നോ. അതിനെ തുറപ്പിച്ചു നോക്കണമെന്നാണ്. നമുക്കൊന്നും വിധിച്ചിട്ടില്ല. കേറിക്കോ. വേണ്ട, ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്ന് എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളാം. മകരെ, ഗൗരിക്കെന്താ ഒരു പിണക്കം? ഗൗരിക്ക് മാത്രമല്ല, എനിക്കും മല്ലയോട് പിണക്കോ. നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള ഡിംഗോളിഫിക്കേഷൻ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കർ പണിയും ഞാൻ ചെയ്യാറുന്നില്ലേ. കാറ്റാപ്പിള്ളിയോട് പോകാൻ പറ. നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. കുരവിടാൻ ഈ ഗൗരി ഉണ്ടാവും. ഇല്ല മോളെ? ഏടാ മാക്രി മൂർക്ക, നീ എന്താ വിസാരിച്ചത്? നല്ല പ്രായത്തില് മള്ളയെ പ്രേമിച്ചിട്ടില്ല, പിന്നല്ലേ സീത്ത പ്രായത്തില്. പിന്നെ മള്ളയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും. അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും, ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും. അല്ലാതെ അതിലൊന്നും ഒരു കാര്യവുമില്ല. നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ നല്ല അടിവെച്ചു തരും. അതായിത്താ മനസ്സിലായോടി നടി. നല്ല ഗൗരി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. മല്ലയ്യ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യം? അതുപോലെ അങ്ങേര് വന്നതിനെ ഈ വിശദീകരണമൊക്കെ തരുന്നത്. ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? രണ്ട് മത്സര പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. ഒന്ന് പോകോ വലേട്ടാ. ഏട്ടനോ? ഒന്ന് വാടോ. ഇപ്പൊ ശരിയായി. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. ആ, മിടുക്കൻ. ശരി. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചോളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചോളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രൻ കാപ്പി. അല്ല, ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്കി. അതാണ് എന്റെ ഒരു സന്തോഷം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകൊല്ലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ ഒരു സന്തോഷത്തിന് 2 പൊറോട്ട, ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ. ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ. എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീനാ. ഞാനാ മുതലാളി, ഓണർ, പ്രൊപ്പറേറ്റർ, കോൺട്രാക്ടർ. തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല. 88 രൂപയാ. ഇവിടെ 2 പൊറോട്ട. എന്റെ ഒരു സന്തോഷത്തിന് കാശ് കൊടുത്ത് എനിക്ക് പോരെ. എന്താ ചേട്ടാ ഇത്? എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് മാത്രം പറയുന്നത്. വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ലല്ല. നീ വല്ല പെമ്പിളരെയൊക്കെ വിളിച്ചത് അല്ലേ? അത് പറ. അപ്പൊ ടെലിഫോൺകാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഈ ക്യാൻറ്റീൻ മാത്രമല്ല ലോകത്തൊരു ക്യാൻറ്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ചത്തെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ടോ? പിന്നെക്കോ ദൈവമേ, അപ്പൊ ഇത് വെള്ളിയാഴ്ചത്തെ
വെള്ളിയാഴ്ച ശനിയാ ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടം പൊരിക്കൊക്കെ എന്താ ആഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആരും ചാവൂല. അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്തുറപ്പ്? അല്ല, ഈ ടിവിയിലെ പരസ്യത്തില് മോഹൻലാലിന്റെ കുറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? എടാ ഒരു ഉണ്ടം പൊരിക്ക് ഞാൻ ഉറപ്പ് 100 രൂപ. ഒരു 10 ഉണ്ടം പൊരി പൊതിഞ്ഞെടുത്തോ, വീട്ടിൽ കൊണ്ടുപോകാനാ. വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനായിരിക്കും. ഏയ്, ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ. പട്ടികളെ വെച്ച് കൊല്ലാനാ. ആ പട്ടികളെ കഴിക്ക്. അല്ല, നിങ്ങൾ കഴിക്ക്. നിങ്ങൾ വന്നേ, നിങ്ങൾ വാടാ. എന്തിനാ? വില തുച്ഛം ഗുണം മെച്ചം. ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല. പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടത് മീൻവല്ലേ? അപ്പ അറിഞ്ഞില്ലേ, ഇവനാ സ്മിതയോട് ഇഷ്കി ഇഷ്കി പ്യാര് പ്യാര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ. പ്രേമോ ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പഠിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി. പറഞ്ഞ? എടാ, നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവൻ അങ്ങനൊക്കെ പറയോട്ടാ. പകുതി മീശ പോയാൽ നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ്. ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ, മീശയില്ല പറമ്പില്ല ആലി. ഈ അഡ്രസ്സിൽ കത്ത് കിട്ടുമോക്ക് കിട്ടും നോക്കല്ല. പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങളൊന്ന് ഞാൻ നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ കാര്യം ഓർത്തത്. നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ കാശ് തന്നിട്ടില്ല. ചായ നിനക്കറിയില്ല, ഞാൻ ഈ ക്യാൻറ്റീന്ന് സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നേക്കുന്നു. മനുഷ്യന്മാരെ കൊല്ലുന്ന സാധനം എനിക്ക് എന്തിനാ തന്നത്? പാവോ കുഞ്ഞോറ സാർ. ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു? പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പറായിരുന്നു ഞാൻ. എന്നെ ഹനുമാൻ ലാലിന്ന് എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ഏയ്, ചാട്ടം കണ്ടിട്ട്. ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ 3 പെങ്ങാമാരെ എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത്. അതോടെ എന്റെ ചാട്ടവും നിന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് എന്റെ പെങ്ങാമാരെ എന്നേക്കാൾ വലിയ ചാട്ടക്കാരാണെന്ന്. അവർ ഓരോരുത്തന്മാരോട് ചാടിപ്പോയി. എന്നിട്ട് എന്താ ഇപ്പോ അവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്ന്. സ്റ്റാർട്ടിംഗ് പോയിന്റ്? ആ, വീട്ടില്. അതാണല്ലോ ഓരോരുത്തരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പെങ്ങാമാര് വെറും കൈയോടല്ല വന്നത്. കയ്യിൽ ഓരോ ട്രോഫി ഉണ്ട്. മൂത്ത പെങ്ങക്ക് ട്രോഫി 2. മൂത്ത ട്രോഫി 5 പഠിക്കണം, ഇളയ ട്രോഫി 2 പഠിക്കണം. ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുള്ളൂ. എന്നിട്ടിപ്പോ എന്തായി, അവരെയും കൂടി പോറ്റണമെങ്കിൽ ക്യാൻറ്റീൻ മാത്രം പോരാ, ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പറായിരുന്നു ഞാൻ. അമ്മുമ്മയുടെ ജമ്പർ പോലെ ആയി. അല്ല ലാലി, ആവശ്യത്തിന് മുട്ട പുറത്തുനിന്നിട്ടുണ്ടല്ലോ, പിന്നെ നീ കോഴികൾ വളർത്തുന്നു. നീ എന്താ വിചാരിച്ചത്? അവര് വെറും കോഴികളല്ല, അവരെന്റെ മക്കളടാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും. അവർക്ക് ഓരോ മുട്ടയിട്ട് തരും. അവരെ കൊണ്ട് അതല്ല പറ്റൂ. ഞാനത് ബുൾസയും ഓംലെറ്റൊക്കെ ആയിട്ട് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കും. അതെന്റെ ഒരു സന്തോഷത്തിൽ. സ്റ്റോപ്പ് ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. യു ടേക്ക് ഇറ്റ് ഈസി പോളിസി. ദിസ് ഈസ് 20 rupees. ബാലൻസ് യു ടേക്ക് ഓഫ്. എടുത്തോ. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. ഐ ആം ജിയോപാൽ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആന്റി അമ്മയെ എന്നെ അണ്ടർസ്റ്റാൻഡ് ആയില്ലേ? ഐ ആം ഗോപാൽ, ജിയോപാൽ. ഓ, നമ്മുടെ ഗോപാലനല്ലേ നീയേ? ആളെ മനസ്സിലായില്ലോടാ എനിക്ക്. കുറെ നാളായില്ലേ കണ്ടിട്ടെ. അത് ഗ്ലാമർ കൂടിയത് കൊണ്ടാ അമ്മായിക്ക് മനസ്സിലാവാഞ്ഞത്. അമ്മായിക്കെന്നല്ല, ഇപ്പൊ ആർക്കും എന്നെ കണ്ടാ മനസ്സിലാവില്ല. ഗ്ലാമർ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇത് നമ്മുടെ കോവാലനല്ലേ? വാസോട്ട, എന്നെ വെറും കോവാലനാക്കി ചീപ്പാക്കരുത്. ഞാനിപ്പോ ജിയോപാലാണ്. ജിയോപാലോ ടിനോപാലോ, നിന്നെ ഞാൻ കോവാലാന്നേ വിളിക്കൂ. വാസോട്ട, ഞാനിപ്പോ എന്റെ പേര് മാറ്റിരിക്കുക, ജിയോപാൽ എന്നാക്കിയിരിക്കുക. സ്നേഹമുള്ളവരെന്നെ പാലെന്ന് വിളിക്കും. അയ്യടാ, നിനക്കാളെ മനസ്സിലായില്ലേ? അച്ഛന്റെ ഒരു പെങ്ങള് പാങ്ങാപ്പാറ താമസമുണ്ട്, സരസ്വതി അമ്മ. അവരുടെ കടിഞ്ഞൂൽ പൊട്ടനാണ് ഈ സാധനം. ചെറുപ്പത്തിൽ ഇവൻ പൊട്ടനായിരുന്നെന്നാ എല്ലാരും കരുതിയത്. 5 വയസ്സ് വരെ കമാന്നൊരു അക്ഷരം മിണ്ടില്ലായിരുന്നു. മോക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ഇവന്റെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മായി, ദയവ് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്ക് പറഞ്ഞെന്നെ നാറ്റിക്കരുത്. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകേണ്ടവനാ ഞാൻ. വല്ല പത്രക്കാരും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ വിളമ്പി എന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. ഓ, അത് മറന്നു.
ആള് വലിയ നടനാ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുക. പക്ഷെ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല. ആര് പറഞ്ഞു ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു? ആഹാ, ഇതാരേ? നീ ഇത്രയും കാലം എവിടെ ആയിരുന്നടാ? ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലോ? ചെന്നൈ അല്ലേ ഏട്ടാ, കോടമ്പക്കം ടു മദ്രാസ്. അവിടെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ ഏത് സിനിമയിലാ അഭിനയിച്ചത്? കടലോരം. കടലോരത്തിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് വരെ ചെയ്യാൻ കഴിയാത്ത ഒരു അപൂർവ വേഷം ഞാൻ ചെയ്തു. എന്റെ ഭാവാഭിനയം കണ്ട് കാണികൾ കോരിത്തരിച്ചു. എന്ത് വേഷം? നായകനായിട്ടാണോ? നായക വേഷമല്ല, പക്ഷെ നായക പ്രധാനമുള്ള കഥാപാത്രമാണ്. വില്ലനാണോ? നോനോ, വില്ലൻ വേഷന്റെ പട്ടി ചെയ്യും. നിന്റെ പട്ടി അഭിനയിക്കും. എന്താ ചേട്ടത്? മനോഹരമായ ഒരു കടൽ തീരം. അവിടെ കടലിൽ ദിവസങ്ങൾ പഴകി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ചീഞ്ഞഴുകി ശവം കിടക്കുന്നു. ആ നാറ്റവും സഹിച്ചോണ്ടാണോ നീ അഭിനയിച്ചത്? അല്ല ചേട്ടാ, ആ ശവമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഉപ്പിട്ട് കയ്പിച്ച് വെച്ചിരിക്കുന്നു. ഏത് മൂദേവിയാണ് ഇതുണ്ടാക്കിയത്? അയ്യോ, അമ്മയ്ക്ക് പ്രഷർ ആയതുകൊണ്ട് ഉപ്പ് കുറവാണല്ലോ ഇട്ടത്. എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. നീ തന്നെ ഇരുന്ന് വെട്ടി വിഴുകിക്കോ. ഉപ്പധികയില്ലല്ലോ. നോ സോൾട്ട്. അമ്മയുടെ വായുടെ കുഴപ്പമാ. ശരീരത്തിൽ ഉപ്പ് കൂടുതലുള്ളതുകൊണ്ട് അത് കറിയുടെ ഉപ്പുമായി കൊളാബറേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് കൂടുതലായി തോന്നിയതാ. ഇതിനെ ഇംഗ്ലീഷിൽ സോൾട്ടോ മാനിയ എന്ന് പറയും. ഓ, ഒരു ഉപ്പും പുളിയും തിരിച്ചറിയുന്നു. മര്യാദയ്ക്ക് എവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോടാ. നീ ആ TV ഒന്ന് ഓഫ് ചെയ്തേ. TV കണ്ടുകൊണ്ട് ഊണ് കഴിക്കരുത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റില്ല ഈ കുന്ത്രാണം കാരണം. അയ്യോ ഏട്ടത്തി, TV ഓഫ് ചെയ്യല്ലേ? ഇപ്പൊ എന്നെ കാണിക്കും ടിവിയിൽ. നിന്നെ കാണിക്കാനോ? നീ എന്താ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വല്ലതും നിന്നെ കാണിക്കാൻ? 27 വയസ്സുള്ള ഗോപാലൻ എന്ന യുവാവിനെ കഴിഞ്ഞ 20-ാം തീയതി മുതൽ ചിറക്കിൽ നിന്നും കാണാതായിരിക്കുന്നു. 5 അടി 9 ഇഞ്ച് ഉയരം, കറുത്ത നിറം, നീണ്ട മുഖം, ഇടത്തെ കാൽമുട്ടിന് താഴെ ഇരുമ്പ് വടി കൊണ്ട് അടിയേറ്റ പാട്. മലയാളവും ഇംഗ്ലീഷും സംസാരിക്കും. കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുവാൻ അപേക്ഷിക്കുന്നു. നിന്റെ ഫോട്ടോ TV വന്നല്ലോ, ഇനി നാട്ടിലേക്ക് പോക്കൂടെ? നോ നോ, ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോരുമ്പോ എന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കളർ ഫോട്ടോയും മാറ്ററും TV കൊടുക്കാൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ പോന്നത്. അതിനു പകരം ഒരു ഉണങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. കളർ ഫോട്ടോ വരാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അപ്പൊ TV കളർ ഫോട്ടോ വരാൻ വേണ്ടിയാണോ നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത്? സത്യം പറഞ്ഞ അതൊരു കാരണമാണ്. നാളെ ഞാൻ സിനിമാ നടനാവുമ്പോൾ പ്രേക്ഷകർക്ക് റീകളക്ട് ചെയ്യാൻ ഈ ഫോട്ടോ ഉപകരിക്കുമല്ലോ. നാളെ തന്നെ ഇവന്റെ ഒരു കളർ ഫോട്ടോ TV കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിച്ചിട്ട് മുങ്ങി നടക്കുന്നവനാണെന്ന് പറഞ്ഞു പോലീസുകാർ ഇടിച്ചവന്റെ അടവാൻ കിളക്കി. പോലീസുകാർ അടവാൻ കിളക്കിയാലും കളർ ഫോട്ടോ വന്നാൽ ഞാൻ അതിന് സമ്മതിക്കും. അടുത്തതായി യശശരീരനായ മേലെടുത്ത് മാധവൻ നായർ അവതരിപ്പിക്കുന്ന കഥകളി. കഥ കല്യാണ സൗകര്യം. അച്ഛന്റെ പേരല്ലേ പറഞ്ഞത്? അതെ, നിന്റെ അച്ഛൻ അവതരിപ്പിച്ച കഥകളി. ഇതെപ്പോഴത്തെ? മരിക്കുന്നതിന് മുമ്പ് ദൂരദർശൻ അവതരിപ്പിച്ച പരിപാടിയാ. മാധവൻ നായരുടെ ഭീമൻ പണ്ടേ ബഹുവിശേഷമാണ്. എന്താ അതിന്റെ ഒരു രൗദ്രഭാവം? ആ, ഇതാണ് ഉണ്ണിമായയുടെ അച്ഛന്റെ അരുമ ശിഷ്യൻ മൊല്ലാക്ക. മൊല്ലാക്കയോ? ഇയാളോ? ആ അതേന്ന്, ഒരു ജോനോ ചെറുക്കനാ. ഒരു അന്യ മതസ്ഥനെ കഥകളിയിൽ എടുത്തതിന് ആളുകൾ ഒരുപാട് ആശാൻ അധിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഒരു ആശ്രിതനെ പോലെ എപ്പോഴും ഇയാളാ ആശാന്റെ കുടുംബത്തിന് തുണയായി ഉണ്ടായിരുന്നു. നീയോ? നീ ആ ഭൂതക്കണ്ണാർ കൂടെ എന്തോ നോക്കുവാടാ? ഞാനേ ഈ തേങ്ങ ശരിക്കും പഴുത്തോന്ന് നോക്കായിരുന്നു. നിന്റെ തേങ്ങ. നീ ആ പാരലൽ കോളേജിലെ പെമ്പിള്ളേരെ നോക്കില്ലടാ? ചേച്ചേ, ഞാനങ്ങനെ ചെയ്യോ ചേട്ടാ? ഇറങ്ങി വാടാ. വേണോ? ഇറങ്ങി വരാ. ഇപ്പൊ വരാം. നീ ദിവസം അമ്പലത്തിൽ പോകുന്ന പെൺകുട്ടികളെ കമന്റ് അടിക്കാനാണോടാ? അമ്പലമല്ലാതെ നിനക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലടാ കമന്റ് അടിക്കാൻ. അമ്പലത്തിലാവുമ്പോ പെൺകുട്ടികളുടെ കാര്യം ചെരുപ്പുണ്ടാവില്ല ചേട്ടാ. അടി കൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം അമ്പലമാ. ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ തറവാടിന്റെ പേരുകളെ നടക്കുന്നു. അമ്പലപ്പറമ്പിലി കഥ പറഞ്ഞോടുന്ന കുങ്കുമക്കുറി തൊട്ട ചേട്ട. മതി. കണ്ടക്ടർക്ക് തന്നെ ടിക്കറ്റ് എഴുതണം അല്ലടാ? കളിയാക്കണം. തേങ്ങ എടുത്ത് അകത്തോണ്ട് വരാ തെണ്ടി. ഇതൊരു ഭാര്യയായല്ലോ ദൈവമേ. സുഹൃത്തെ, അല്പം കൂടി കിഴക്കോട്ട്. കിഴക്കോട്ടല്ല, പടിഞ്ഞാറോട്ട്. അരേ തോ ബതാവോ, പൂരബ് തരഫ് കുമാരാ ഹോ യാ പശ്ചിം തരഫ് കുമാരാ ഹോ? സുഹൃത്തെ, മർത്തിന് പെട്ടമ്മതൻ ഭാഷ താൻ മലയാളത്തിൽ പറയണ. എന്നിട്ട് കിഴക്കോട്ട് തിരിക്കണ.
കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ തിരിക്കേണ്ടതെന്ന് നിങ്ങൾ ഒന്നുകൂടി തീരുമാനിക്കും എന്നിട്ട് പറ. കിഴക്കോട്ട് വെച്ചാൽ ഏതൊക്കെ ചാനലാ സുഹൃത്തെ കിട്ടുക? കിഴക്കോട്ട് വെച്ച തുണി ഉടുത്ത മനുഷ്യന്മാരുടെ പ്രോഗ്രാം, പടിഞ്ഞാറോട്ട് വെച്ച തുണി ഉടുക്കാത്ത മനുഷ്യന്മാരുടെ എങ്കിൽ പടിഞ്ഞാറോട്ട് തന്നെ മതി. ആഹാരവും പാർപ്പിടവും പോലെ നമ്മുടെ ദരിദ്ര രാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വസ്ത്രം. അനാവശ്യമായി വസ്ത്രം ധരിക്കുന്നതിന്റെ ദൂരത്തിനെ കുറിച്ച് നമ്മുടെ ഗ്രാമീണരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് പടിഞ്ഞാറൻ ചാനലുകൾ തന്നെ മതി. സുഭാഷ് സുഹൃത്തെ സുഭാഷ്, ആന്റിയുടെ പടിഞ്ഞാട്ട് തന്നെ ഉറപ്പിച്ചാട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു ശ്രമദാനം നടത്താം. കിടാവേ, അയ്യോ സുധി, എന്തിനാ ഇതിന് മോള് കയറിയത്? കാലെങ്ങനെ സ്ലിപ്പായി വീണ? ദൈവമേ, നിങ്ങൾക്ക് നാണമില്ലായിരുന്നല്ലോ സുധി മേലോട്ട് കയറ്റാൻ. വെളിച്ചപ്പാട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതല്ലേ? കഷ്ടം കേട്ടോ. ഇങ്ങോട്ട് വന്നേ. കർക്കിടകത്തിലെ കാർത്തിക നാൾ വരെ സൂക്ഷിക്കണേ സുധി. എനിക്ക് പിന്നെ ആരാ? പെൺ സുഹൃത്തെ, അതോർത്ത് വിഷമിക്കണ്ട, നിനക്ക് പിന്നെ ഞാനുണ്ടല്ലോ. സുഗ്രീവ, വാഗിടാവേ, ഇവിടെ മുഴുവൻ ഔട്ട് ഓഫ് ഓർഡറാ. വന്നിട്ട് വേണം പണി തീർക്കാൻ. ചെല്ലി തനിച്ചായല്ലേ, പേടിക്കണ്ട, കൊണ്ടുവിടാൻ ഇവിടെ ആളുണ്ടല്ലോ. ബാക്കിയുള്ളവൻ എന്നും ഇങ്ങനെ വിധവനായി കഴിയാനായിരിക്കും വിധി. ഇനി അവനെ നോക്കണ്ട, ഒരു കാര്യം ചെയ്യ്, നീ മോള് കയറ്. ഉയരങ്ങൾ കീഴടക്കാൻ വെമ്പുന്ന മനസ്സല്ല സുഹൃത്തിൻ്റെത്. ദയവ് ചെയ്ത് ഇന്ന് നീ കയറി. കുഞ്ഞു മെല്ലെ സൈഡ് ചേർന്ന് വലിഞ്ഞു നടന്നോളും. പോ പോ. അറിയാ, ഒരു ഉഗ്രം കിളി. അവൾ ഇങ്ങോട്ടാ വരുന്നത്. എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടാണെന്നാ തോന്നുന്നത്. ഭ്രമിച്ചിട്ടല്ല, പേടിച്ചിട്ടായിരിക്കും. അന്ന് ഇവനെ കണ്ടായിരിക്കും. ഇവനെ പോടാ. सब कुछ अच्छा लगता है. मंदिर, इधर का लोग, ये जगह, सब कुछ अच्छा लगता है. देखो, हिंदी बोली लड़की. नमस्ते बाबूजी. नमस्कार. नमस्ते भैया. नमस्कार. 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 लड़की बाबूजी का मुंह तो കുറച്ച് അവൻ പൂശിക്കോ ഹേ. എന്താ മോളെ കാണിക്കുന്നത്? കൊച്ചു കുട്ടിയല്ലേ, ഇനി കാണിച്ചോട്ടെ. തൊട്ടോട്ടെ, ഇനി തൊട്ടോട്ടെ. സോറി. ആ പിന്നെ ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസം ഏതാണെന്നറിയാം? കർക്കിടകത്തിലെ കാർത്തികയാണ് സാറേ. ശരി, ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം. ഓ ചലോ. സുധി, ബാബുജി എന്ന് വെച്ച ഗാന്ധിജി എന്നല്ല അർത്ഥം? അതെ, കണ്ടാൽ മുത്തച്ഛന്റെ പ്രായം തോന്നുന്നവരെയും അങ്ങനെ വിളിക്കാം. നിന്നെ പിന്നെ ഒരു മുഴുക്കാപ്പിന്റെ രസീത് കൊടുത്തേര്, അതിനുള്ള ചന്ദനം നിന്റെ മോന്തയിലുണ്ട്. ഏതായി കക്ഷികള്? ആരെങ്കിലും ആവട്ടെ, കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ കല്യാണം ഒന്നും ആലോചിക്കാൻ പോലില്ലല്ലോ. ആലോചിച്ചാലോ എന്നൊരാലോചന ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയല്ലോ എന്നൊരു സംശയം. വേടി സത്യം. അതവളല്ലേ, ആ ബോംബെക്കാരി? അധിക ശൃംഗാരൊന്നും വേണ്ട, ഏതോ തട്ടിപ്പ് കേസാ. നിനക്ക് നന്ദിനുണ്ട്, ഇവന് സുഭദ്രയുണ്ട്, മറ്റവന് ആരെയും കിട്ടും. ഇവളെ ഞാൻ തൊടാ. അവളെ നീ എടുത്തോ, പക്ഷെ ഏത് ഭാഷയിൽ സംസാരിക്കും? ഇപ്പം മനസ്സിലായോ ഹിന്ദിയുടെ വില? സുഹൃത്തെ, പ്രണയത്തിന് ഹിന്ദി എന്നോ മലയാളമെന്നോ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ നിർത്ത്. ഹായ്. നമസ്കാരം. നമസ്കാരം. ആകെ അറിയാവുന്ന ഹിന്ദി പദവും തീർന്നു. ഇനി എന്ത് ചെയ്യും? ക്യാ? ഹേ, ഒന്നുമില്ല. ഒരു ചോദ്യം അറിയാ, ചോദിക്കട്ടെ? അത് വേണോ? തുരാമാനം ക്യാ ഹേ? ദീപ. എന്റെ സുന്ദരിക്കുട്ടി, എന്റെ മനസ്സിലിപ്പോ നിന്നോട് എങ്ങനെ ഞാൻ തുറന്നു പറയും? എടാ സുധി, എന്നെ ഒന്ന് സഹായിക്കടാ. പഠിക്കാൻ വിട്ട കാലത്ത് മാങ്ങാണ്ടി കളിച്ചിടന്നപ്പോ ആലോചിക്കണമായിരുന്നു. നിനക്കൊക്കെ ഹിന്ദി പുച്ഛമല്ലേ? ഇവളോട് കൈക്കരയെ കാണിച്ചാ മതി. ഹായ്, ക്യാ ചാഹിയേ തുംകോ? രക്ഷപ്പെട്ടു, മലയാളിയാണല്ലേ? ചേട്ടന് പോവാ. ഈ ചേട്ടനും പോവാ. ഈ ചേട്ടനും പോവാ. ഈ ചേട്ടനും പോവാ. എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായോന്നോ? ആദ്യത്തെ കാഴ്ച തന്നെ ഇഷ്ടമായി സുഹൃത്തെ, അല്ല പെൺ സുഹൃത്തെ. സത്യമാണോ ചേട്ടാ? സത്യമായിട്ടും. ഇഷ്ടമായോ? പിന്നെ എങ്കിൽ എനിക്കൊരു ടെമ്പററി കണക്ഷൻ ശരിയാക്കി തരുമോ പ്ലീസ്? എന്തിനാ ടെമ്പററി ആക്കുന്നത്? സ്ഥിരമായിട്ടൊരു കണക്ഷൻ കൊടുക്കാം, അല്ലേ ഉത്തമ? ശരിയാ, സ്ഥിരമാവുമ്പോഴും എപ്പോഴും കണ്ടോണ്ടിരിക്കാമല്ലോ. എങ്കിൽ അങ്ങനെ ആവട്ടെ. ആ, എല്ലാരും പോ. ദേ ഇങ്ങനെ വെച്ചേ.